ഉറക്കം കുറവുള്ള വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിംവർക്ക് നിങ്ങൾക്കുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ ഫ്രെയിംവർക്കിന്റെ പേര് SLEEP, സ്ലീപ്പ് എന്നാണ്. The first letter is S. S stands for schedule. Do you have a scheduled bedtime? നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ബെഡ് ടൈം ഉണ്ടോ? കൃത്യം എത്ര മണിക്ക് കിടക്കണം എന്നുള്ള സ്കെഡ്യൂൾ നിങ്ങൾക്കുണ്ടോ? The second letter is L. L stands for limit. Do you limit screen time? ഒരുപാട് സമയം സ്ക്രീനിൽ നോക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? The third letter is E. E stands for establish. Have you established a bedtime routine? നിങ്ങൾക്ക് ബെഡിൽ പോണേക്കാൾ മുമ്പ് ഒരു പ്രത്യേക റുട്ടീന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം, ഇത്ര മണിക്ക് ഉറങ്ങണം എന്നുള്ള ആ റുട്ടീന് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തിയാണോ നിങ്ങൾ? The next letter is E. E stands for exercise. Do you exercise during the day? പകൽ സമയത്ത് എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? And the last letter is P. P stands for prepare. Do you prepare your mind to relax? നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ചെയ്യുന്ന ആക്ടിവിറ്റി ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു ഫ്രെയിംവർക്ക് നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിംവർക്ക് നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്ലാരിറ്റി വരുന്നതാണ്. എന്റെ കോച്ചിങ്ങും മെന്റർഷിപ്പ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.